തന്നെയായിരുന്നു. നമ്മുടെ മണ്ണാർക്കാട്ട് ഇസ്ലാമിക് സെന്ററിന്റെയും അതുപോലെ സമസ്തയുടെയും കീഴടങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായി എന്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്കറിയാം അബ്ദുള്ള ഹാജി വാഴമ്പുറം, പലരും കേട്ടിട്ടുണ്ടാവും. അദ്വൈജൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. നല്ല ഒരു മനുഷ്യനായിരുന്നു. റമളാനിന്റെ തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ. പക്ഷേ ഈ റമളാൻ 29 വരുമ്പോ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആണ്ടാണ്. അത് പറയുമ്പോ തന്നെ ഗദ്ഗതമാണ്, ആലോചിക്കാൻ കഴിയും. ഇപ്പോഴും അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. അങ്ങനെ ഒരു മരണം നോക്കൂ നിങ്ങൾ. കോവിഡ് വരുത്തിവെച്ച നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടവും വലിയ ഒരു സങ്കടവുമായിരുന്നു അബ്ദുള്ള ഹാജിയുടെ മരണം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രണ്ടുപേരും തലേന്നും പിറ്റേന്നുമായി മരണപ്പെടുകയുണ്ടായി. കഴിഞ്ഞ റമളാൻ 28-നും 29-നും. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിന്റെ മരണപ്പെടുന്നതിന്റെ എത്ര ദിവസം മുമ്പാണ്? ഒരാഴ്ച അല്ലെ? ഒരു കഷ്ടി ഒരു 3-4 ദിവസം മുമ്പ് അദ്ദേഹം വീട്ടിലൊരു നോമ്പ് തുറയും ഒരു മൗലിദൊക്കെ വെച്ചു. ബദരീങ്ങൾ മജ്ലിസിനൂർ. വേറെ ആരുമില്ല. എന്നോട് പറഞ്ഞു നിങ്ങളും കുട്ടികളും വരണം. അങ്ങനെ പറഞ്ഞ. അങ്ങനെ അദ്ദേഹം പലപ്പോഴും അങ്ങനെ ക്ഷണിക്കാറുള്ളത്. നിങ്ങളും കുട്ടികളും വരണം. അങ്ങനെ ചെന്നു. ഞാനും എന്റെ കുട്ടികൾ പറഞ്ഞ ദർസിലെ കുട്ടികളല്ല, വീട്ടിലെ എന്റെ സ്വന്തം മക്കള്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദർസിലെ കുട്ടികളല്ല, എന്റെ സ്വന്തം മക്കള് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കുട്ടികളെ കൂട്ടിയിട്ട് പോയി. അസറിന്റെ ശേഷം പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഇത് പറയേണ്ടത് നമ്മൾ ഓർക്കാൻ വേണ്ടി, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. അപ്പോ അന്ന് അദ്ദേഹത്തിന് വലിയ ക്ഷീണമുണ്ട്. അതിന്റെ ഒരു ദിവസം മുമ്പ് ഹോസ്പിറ്റലൊക്കെ പോയി ചികിത്സയൊക്കെ തേടി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വന്ന് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി വന്നിട്ടുണ്ട്. കോവിഡ് ഇങ്ങനെ വല്ലാതെ ഭീതി പരത്തി താണ്ഡവമാടുന്ന സമയമാണ്. അപ്പോ ഞാൻ ഇവരോട് മക്കളോടൊക്കെ പറഞ്ഞു, നമുക്ക് ഈ പരിപാടി, ഇന്നത്തെ പരിപാടി ഒന്ന് മാറ്റി വെച്ചാലോ എന്ന് പറഞ്ഞു. അപ്പൊ അവരൊന്നും അതിന് സമ്മതിച്ചില്ല. അത് നടന്നോട്ടോ ഉസ്താദ്, നമ്മൾ മാത്രല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതെ, അബ്ദുല്ലാജിയുടെ മകനാ. അവർ വലിയ സാമ്പത്തികമായ വലിയ പുരോഗതിയൊക്കെ ഉള്ള ആളുകളാണ്, വലിയ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോ ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചു, എങ്ങനെയെങ്കിലും അദ്ദേഹം